കുറച്ച് നോക്കിയിട്ട് നമുക്ക് ഗെയിം കയറാം. അപ്പൊ ഓക്കെ ബൈ, ഞാൻ പണിക്കോണ്. ഓക്കെ ആൾക്ക് പണിക്ക് പോകാനുള്ള സമയമായി. ഓക്കെ ബൈ ഗൈസ്, ലവ് യു. ഇതെന്താ കെവിൻ വേഴ്സസ് സൗത്ത്? നിന്റെ നാറിയ ചങ്കൂറ്റം നക്കി അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നീ. എടാ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അനിയന്മാരുണ്ടാക്കി. അടിപൊളിയായിരിക്കും അല്ലേ? എന്ത് രസമായിരിക്കും തല്ലൊക്കെ ഉണ്ടാക്കി അടിയുണ്ട്. എനിക്ക് ചേച്ചി ആയതുകൊണ്ട് മറ്റേ റെസ്ലിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവളെ അങ്ങനെ അതിനൊന്നും താല്പര്യം ഇല്ലായിരുന്നു. അനിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ റെസ്ലിംഗ് ഒക്കെ കളിച്ച് മറ്റേ ഇതൊക്കെ എടുത്ത് പോക്കി കാട്ടിലൊക്കെ അടിക്കുക അല്ലേ? നൈസ് ആയിരിക്കും. ആ ബെൽറ്റ് കണ്ടിട്ട് നീ നോർമലി അരേ കെട്ടുന്ന ബെൽറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോടാ കെവിനെ. അത് അരേ കിട്ടുന്നതാണോ? അരേ കിട്ടുന്ന ആണോ? ആളാണ്. ലൈവിലൊക്കെ ഇരുന്ന് കുഞ്ഞു കളിച്ച് ചത്തുപോയി എന്ത് ചെയ്യും? സത്യല്ലേ? ആ ചെറുക്ക രക്ഷയുണ്ട്. എടാ ഈ വീഡിയോക്കകത്ത് കാണുന്ന പോലെ ശരിക്കും അവൻ ഉപദ്രവമാണോ എപ്പോഴും? അങ്ങനല്ല, നിന്നെ ഉപദ്രവിക്കോ അവൻ? ഇടയ്ക്കിടയ്ക്ക് അടികൂടും. അടികൂടും? നീ തിരിച്ചടിക്കോ അവനെ? പിന്നെ നല്ല മേല് നോച്ചടിക്കോ? അങ്ങനൊന്നും ഇല്ല, അവനെ പിടിച്ചു വെക്കും. ലോക്ക് ചെയ്യും. അല്ലാതെ മേല് നോച്ച് അടിച്ച് അറിഞ്ഞു വിട്ടിട്ടുണ്ടോ ഏതെങ്കിലും ദിവസം? ഒരു വട്ടം അല്ല, ഇടയ്ക്കിടയ്ക്ക് 2-3 വട്ടം എന്തോ കിട്ടിയിട്ടുണ്ട് എന്റെ. എന്റെ ടെമ്പറൊക്കെ തെറ്റും. ഇതിനകത്ത് മൊത്തം അടി തന്നെ. 3.5 മിനിറ്റ് അടിയാ. നീ സീരിയസ് ആയിട്ട് ഇറക്കണ്ടായിരുന്നു അതായത് 3.5 മിനിറ്റ് അവന്റെ അടി. റെക്കോർഡ് ഗൈസ് വാഴ 2 വരാൻ പോവാണ്. വാഴ 2 വരുവാണ്. അപ്പൊ ഇവരുടെ സ്റ്റോറി ആയിരിക്കും വാഴ 2-ല് കേട്ടാ. അപ്പൊ നൈസ് ആയിരുന്നല്ലേ ഗൈസ്? പക്ഷെ ഞാനിവിടെ ദുബായ് കണ്ടോണ്ടാന്ന് തോന്നുന്നു കേട്ടാ. ദുബായില് ഞാനൊരു അത്യാവശ്യം മറ്റേ ഒരു കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു തിയേറ്ററിലാണ് പോയി കണ്ടത്. അവിടെ ടിക്കറ്റ് ഉള്ളായിരുന്നു. പക്ഷെ എല്ലാരും മറ്റേ ഇങ്ങനെ വേർപ്പൊക്കെ വിട്ടിടും. തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടോ? ആഷിർ വരുമ്പോ ഞാൻ നോക്കിയപ്പോ ആഷിർ വന്നപ്പോ ഡൂഡൂച്ചി മാത്രം എണ്ണീറ്റിരുന്ന് കൈ വിട്ടണം. ഡൂഡൂച്ചി തിയേറ്റർക്ക് ഇളക്കി ഓക്കെ പറഞ്ഞു തിയേറ്ററിൽ. എനിക്കൊരു 5 പേരുണ്ടായിരുന്നു. ഞാൻ പിന്നെ എണ്ണീറ്റ്. പക്ഷേ നമ്മ ഒറ്റയ്ക്ക് എന്തിരിയാൻ പറ്റും? അവനങ്ങോട്ട് എണ്ണീറ്റപ്പോഴത്തേനും ഫ്രണ്ട് റോയിലിരുന്ന് കൊച്ചു കരയാൻ തുടങ്ങി. അയാളും ഒരു ഒറ്റ നോട്ടം നോക്കിയിട്ട് കൊച്ചിനെ എടുത്തോണ്ട് ഇറങ്ങി ഒരു ഒറ്റ പോക്ക്. ഞാനോർത്ത് ആള് വെളിയിലിട്ട് അടിക്കുമെന്ന്, ഉറപ്പായിട്ട് അടിക്കുന്ന വിചാരിച്ചു. ആ കുഞ്ഞ് മര്യാദക്ക് ഇരിക്കുവായിരുന്നു കേട്ടാ. പിന്നെ അയാൾ തിരിച്ചു വന്നില്ല പടം കാണാൻ. അവൻ ഡൂഡൂച്ചിയെ പ്രാവി കൊന്നിട്ടുണ്ടാവും. പിന്നെ ഞാൻ പയ്യനെ ഇങ്ങോട്ട് കണ്ടിട്ടേ ഇല്ല. അന്ന് വൈകുന്നേരം അറിഞ്ഞത് ഡൂഡൂച്ചിയുടെ ജോലി പോയെന്ന്. 2 ദിവസം ലീവ് എടുത്തേര് ഡൂഡൂച്ചിയെ കമ്പനിന്ന് പറഞ്ഞു പിരിച്ചു വിട്ടു. അതാ പയ്യന്റെ ബയോഡാക്കാണ് ഉറങ്ങി കിടന്ന് കൊച്ചിനെ വിളിച്ചെണ്ണിപ്പിച്ചത്. Wait a minute, get it how you live it. 10 toes in when we standing on business. I'm a big സ്ക്രീൻ ഇല്ലേ? ഇല്ല. Okay. POV. When Vasuanan cooking, Babu said, Vasuanan Babu. സത്യമാണത് ഒരു ഇത്. ഞാൻ 16-year-old ഗ്രാഫിക് ഡിസൈനർ ആണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷൗട്ട് ഔട്ട്. ഗെയിമേഴ്സ് ഹീറോ റൈസ്ഡ് മോർ ദാൻ 12 lakh കമ്പൈൻഡ്. ഈ പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നടാ. ഇത് നൈസാണിത്. ഇത് നല്ല ഇത് നമ്മൾ ഓൾറെഡി കണ്ട വീഡിയോ ആണ്. ഇതൊക്കെ നൈസാണത്. അണ്ണ എന്റെ ഫ്രണ്ട് ആണ്, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇൻസ്റ്റ. വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. Wait a minute,
Get it how you live it. 10 toes in when we standing on Benny's. I'm a big stepper. Underground method. Top notch horse, got the most, not the lesser. Straight terror. For the W ever. Pushing culture, baby, got the party, you get measure. Transita, even who does the weather. Swimming while I bump people to petter. Yeah, running through the city with the big dogs. Fuck the laws, lie with me being. നൈസ് നൈസ്. എടാ വേറൊരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവർക്കും ഒരു കാര്യം പറയാം. ഇങ്ങനത്തെ പാട്ടുകളൊക്കെ ഫുൾ ഓഡിയോ പ്രോസസ്സിംഗ് ഒക്കെ കഴിയുമ്പോഴാണ് കേൾക്കാൻ ഭയങ്കര കിടിലം. ഈ ഇങ്ങനത്തെ പാട്ടൊക്കെ ശരിക്കും ഒരു നോർമൽ അവനിപ്പോ അവന്റെ ഫോണിന്റെ മുമ്പിൽ ഇരിക്കണ ഇതിനകത്തായിരിക്കും പാടിയേക്കുന്നത്. ആക്സെന്റ് ഒക്കെ കുറച്ചുകൂടെ സെറ്റായ അടിപൊളിയായിരിക്കും. ഇങ്ങനെ ആയിരിക്കും ഓരോരുത്തരുടെയൊക്കെ തുടക്കോടാ. അത് നമ്മൾ പറഞ്ഞിട്ട് കളിയാക്കിയിട്ടും ഇതൊന്നുമല്ല, അവൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അവൻ നല്ല എഫേർട്ട് എടുത്തിട്ടില്ലേ. ഓഡിയോ പ്രോസസ്സിങ്ങും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവനതൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കിനും അവൻ സെറ്റായി വരും. ഓരോരുത്തരും അവരുടെ മിസ്റ്റേക്സ് എന്നൊക്കെ കൊള്ളടാ മോനെ, ഇമ്പ്രൂവ് ആയി വരണം. ഇതെന്താ അവരൊന്നിച്ചുള്ളപ്പോഴേ അവർക്ക് സന്തോഷമുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടെ കേട്ടപ്പോ ഞാൻ തിയേറ്ററിൽ ഇരുന്ന് കരഞ്ഞ്. സത്യം പറയാലോ, സത്യം പറയാം. ഞാൻ അത് പറയാൻ ഒരു മടിയില്ല, ഞാൻ കരഞ്ഞു. എന്റെ കണ്ണിൽ കൂടെ ഒക്കെ വെള്ളം വന്നു പണ്ടാര. എനിക്കാണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ ഇങ്ങനെ മറ്റേ കുനിഞ്ഞൊക്കെ ഇരിക്കുവായിരുന്നു സത്യം പറഞ്ഞ. അവരൊന്നിച്ചുള്ളപ്പോഴേ അവർക്ക് സന്തോഷമുണ്ട്. നമ്മുടെ പേര് TFPA. നല്ല വീഡിയോടാ, നല്ല വീഡിയോ. സ്പോയിലറാ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണോ സ്പോയിലർ? അതിന്റെ ക്ലൈമാക്സിൽ തന്നെ ഉണ്ട് ആ ഒരു പടത്തിന്റെ ഫേസ് എങ്ങനെയാണെന്ന്. ചിരി, കുറച്ച് സീരിയസ്, അവസാനം കരയിപ്പിക്കും എന്നുള്ളൊരു രീതിയിൽ. അത് ആ അതിന്റെ ട്രെയിലർ തന്നെ. Fire ant in white glossy cyborg costume standing between ജനറേറ്റീവ് ഫിൽ അല്ലേ ഇത്? skyscrapers at sunset. എന്റെ അമ്മോ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇങ്ങനൊരു സാധനം നിങ്ങളിപ്പോ പണ്ടൊരു ഗ്രാഫിക് ഡിസൈനറിനോടോ അല്ലെങ്കിൽ ഈ വരയ്ക്കുന്ന ആൾക്കാരോടോ പറഞ്ഞാൽ അവരെത്ര നേരം കൊണ്ട് ചെയ്യുന്ന സാധനമാണല്ലേ ഇപ്പൊ ഇത്ര ഇതായിട്ട് വന്നത്. അതുകൊണ്ട് അവനാ അടിക്കണ ടൈം എത്രയാണ്? അത് പോയോ? അയ്യോ, എന്തിലും ക്ലിക്ക് ചെയ്ത് ഞാൻ പിടിച്ച്. ആ വീഡിയോയുടെ ഡ്യൂറേഷൻ 28 സെക്കൻഡ്. 28 സെക്കൻഡിലാണ് അത് പ്രൊഡ്യൂസ് ചെയ്തെടുത്തത്. സാധനം ഉണ്ടാക്കണമെങ്കിൽ എത്ര നേരം എടുത്തേനെ ഇത്? 28 സെക്കൻഡ്. എടാ 28 ദിവസം വേണം അങ്ങനെ ഒരു ക്യാരക്ടർ സ്കെച്ച് ചെയ്ത് ആ സാധനമൊക്കെ ആക്കി സെറ്റ് ചെയ്ത് ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ. പക്ഷെ ഇതെല്ലാം മനുഷ്യന്റെ ബുദ്ധി തന്നെയാണെന്ന് ആലോചിക്കുമ്പോഴാ. ഇതും മനുഷ്യനുണ്ടാക്കിയതാ. ഇതിന്റെ യഥാർത്ഥമായ പേരെന്തായിരുന്നു ഈ പാട്ടിന്റെ? ബൈ ബൈ ബൈ. മോഹൻലാലിന്റെ പാട്ടാ. ഈ മോഹൻലാലിന്റെ യഥാർത്ഥ പാട്ടതെന്ന് മറന്നുപോയി. ഇതിന്റെ യഥാർത്ഥ പേര് പാട്ട് ഏതാണ്? ആർക്കെങ്കിലും അറിയാമോ? അടിച്ച് ഞാൻ തിരികെ കേട്ടോ. ഒന്നാം കൊന്നേൽ ഓടിയെത്തി അവന്റെ. POV, it's 2015 and you are vibing to this banger. അമ്മട്ട പൊട്ടി പെട്ട പൊന്തി എന്തുട്ട ചെയ്യാക്കി പൊട്ട വന്നു എന്തുണ്ടാക്കണാവേ എന്തുട്ടത്. ഇതുപോലെ വേറൊരു സാധനമുണ്ട്, മറ്റേ പൃഥ്വിരാജിന്റെ. അത് കേട്ടിട്ടില്ലേ? മറ്റേ പാവം പാവാടപ്രായം വെമ്മാടപാവം ചെങ്ങാത്തവായി. അയ്യോ, അത് വിഷയം പാട്ടാണ് അത്. അത് ഞാൻ തന്തോയി പോയി തുടങ്ങിയല്ലേ ഞാൻ ശരിക്കും പറഞ്ഞ. അത് തന്തോയി പോയല്ല, അത് കിടിലും പാട്ടാ. അതൊരു രക്ഷയില്ലാത്ത പാട്ടാണത്. ഒരു സെക്കൻഡ് നിങ്ങൾ ഒരു സെക്കൻഡ് ആ പാട്ട് കേട്ട് നോക്കും. അത് വിഷയം പാട്ടാണ്.
That introvert friend. സത്യം. Extrovert friend ഉം that introvert friend ഉം നോക്കിക്കോളാം. അയ്യോ. ഇതൊക്കെ നമ്മുടെ വൈബ് പ്ലേലിസ്റ്റ് ആണ്. അണ്ണാ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള പയ്യൻ വരച്ചതാണ്. വീഡിയോ ഉണ്ട്, പ്ലീസ് ഡോണ്ട് റിമൂവ്. എന്റെ അമ്മ എടാ നൈസറാ. ഓ കിടിലല്ലേ എന്റെ പള്ളി. പക്ഷെ ഈ കൈ എന്ത് പറ്റി? ഇതുണ്ട് വിരലില്ലാത്തത് പോലെ, ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ചൂണ്ടിയത് പോലെ. പക്ഷെ നൈസറാ, കൊള്ള, അടിപൊളി അടിപൊളി. இதோட நிறுத்திக்கலாம்ல. ரொம்ப தூரம் போயிட்டேன். ஃபுல்லா முடிச்சிட்டு தான் திரும்பி வர முடியும். നൈസറാ, കൊള്ളാം കൊള്ളാം, അടിപൊളി 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 അടിപൊളി. കിടിലം കിടിലം കിടിലം. വരപ്പുകാരാ. തൊപ്പി ഇവനെ ലെവൽ കൊണ്ടുപോവാ. എഴുതി ടൈം ഗെയിമർ തൊപ്പി എക്സ് ടൈം എടെ പൊളിക്കും. ഇവൻ പൊളി. ഞാൻ ഇനി മുതൽ ഇവരെ കാണാൻ പോകാം. അവന്റെ സെയിം ഹെയർ സ്റ്റൈല്. ഈ പയ്യന് എനിക്ക് നല്ല പരിചയമുണ്ട്. അത് തന്നെ. ആ പയ്യനാണ് ഈ പയ്യൻ. അത് തന്നെ. അവനാണ് ഇത്. അത് തന്നെ അണ്ണാ, അത് തന്നെ. CM അല്ലേ അത്? ഇവൻ മുടിയൊക്കെ ഇങ്ങനെ ആക്കിയ CM അല്ലേ? CM അല്ലേ? CM ഒന്നും അല്ലത്. ആ കട്ടോട്ടണ്ടാ നോക്കി. CM മുടി വളർത്തി കെട്ടിയിട്ടാ നോക്കി. സത്യമല്ലേ? അറിഞ്ഞില്ല. ഇതവൻ തന്നെ. ആളിത് തന്നെ. അത് തന്നെ അത് തന്നെ അത് തന്നെ അത് തന്നെ. ആളിത് തന്നെ. പിടികിട്ടി പിടികിട്ടി. ആള് മുടിയൊക്കെ വളർത്തിയത് സത്യം അല്ലേ? അണ്ണാ ഞാൻ കുനിഞ്ഞേക്കാം. എന്റെ കുണ്ടിക്ക് ഉമ്മ തരുമെന്ന്. അത് നിന്റെ തന്തയോടാണ് കുനിഞ്ഞേക്കാൻ. നിന്റെ തന്തയോട് പറയാൻ ഞാൻ എന്റെ അണ്ടി കുമ്മ. എന്താണ് പ്രശ്നം നിങ്ങൾക്കൊക്കെ? നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം? ഫാമിലി ഫ്രണ്ട്. തന്തയാണ് സോമനിൽ. തന്തയില്ലാത്തവന്റെ സോമനുണ്ടായ തന്തയില്ലാത്ത ഒരു വീഡിയോ ഓപ്പൺ ചെയ്യാൻ ഇവന്റെ തലവട്ടം കാണുന്നത് ഇപ്പൊ തന്തയില്ലാത്തവനെ തന്തയില്ലാത്തവനെ നിന്റെ തന്തയില്ലാത്തവനെ. അവർ രണ്ടു വട്ടം തന്നില്ലാതായി. I think it's time for a royal feast. Squires! എന്റെ അച്ഛനെ പരിവർത്തനം തിന്നണമായിര ചോ. അല്ലല്ല, ഞാൻ വിചാരിച്ചു ഞാൻ ഈ 3 വീഡിയോക്കകത്ത് അവന്റെ തലവട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവന്റെ തലവട്ടം വീഡിയോ പ്ലേ ചെയ്യാന്ന് I think it's time for a royal feast. Squires! എന്റെ അച്ഛനെ പരിവർത്തനം തിന്നണമായിര ചോറിന്റെ കൂടെ. എന്റെ അമ്മോ, അങ്ങനെ ഒരുത്തൻ. അണ്ണ അവൻ ചെയ്ത വേറൊരു വർക്കാണ് ഈ ഗെയിം ബിഗ് ഫാറ്റ് മെമ്മോറിയൽ ഇൻസൈഡ് ചെയ്ത്. ഓടെ കൊള്ളാടാ. ചായ ആൻഡ് ഗഡി ഒറിജിനൽസ്. എന്താടാ? അതെ, നൈസ് നൈസ്. കൊള്ളാല്ലേ? അണ്ണ ഫുള്ള് കാണണേ. നമുക്ക് ഇവനെ പറ്റിച്ചാലോടാ. മറ്റേ വോയിസ് ലീക്കാന്ന് പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുക ഞാൻ. ഇല്ലല്ലോ, എന്റെ അടുത്ത് ഒരാളിരിപ്പുണ്ട്. പറഞ്ഞോ, നീ കാര്യം പറഞ്ഞോ. വോയിസ് ലീക്കോ? ഇതൊരു ലീക്ക്? ഒരു ലീക്കും ഇല്ല ഇവിടെ. ഹലോ ബ്രോ, വോയിസ് ലേക്ക് ഉണ്ട് കേട്ടാ. ഇങ്ങോട്ട് കേക്കാവേ. കേക്കാം. ഹലോ
ഹലോ മോളെ പറ. ഉമ്മയാ? ഇപ്പൊ തന്നെ വേണോ നിനക്ക് ഉമ്മ? ഞാൻ വൈകിട്ട് വരുമ്പോ തന്നാ മതി ഒരു കള്ളി. ഞാൻ ഗെയിം കളിച്ചോണ്ടിരിക്കുക. വീട്ടുകാരവിടെ പോന്നു. ഏട്ടേ ഇപ്പൊ കോളടിച്ചു. ഞാൻ 8 മണിയാകുമ്പോ വരട്ടെ. ഹലോ ബ്രോ, കേക്കാവോ? ഹലോ ചേട്ടാ. ഹലോ ബ്രോ, മൂവീസിലേക്ക് ഉണ്ടോ പറയണേ? ഹലോ ബ്രോ. ഹലോ കേൾക്കാമോ? ഹലോ വോയിസിലേക്ക് ഉണ്ടായിരുന്നേ. ബ്രോ പറയണേ ഇവിടെ കേക്കായിരുന്നു. ഞാൻ അപ്പൊ പറഞ്ഞതൊക്കെ കേട്ടാ? എല്ലാം കേട്ടാ? കേട്ടായിരുന്നേ. അല്ല ഡോൺ മൈൻഡ്, സാരല്ല, മൈൻഡ് ചെയ്തില്ല, അത്രേ ഉള്ളൂ. കേട്ട് കഴിഞ്ഞിട്ട് പറയാണ്ട് മൈൻഡ് ചെയ്തില്ലെന്ന് പറഞ്ഞാ കേട്ട് സുഖിച്ചിരിക്കുവായിരുന്നു. അങ്ങനെ വിചാരിക്കില്ലേ? ചുമ്മാ ഞാനും ചെറുതായിട്ട്. എന്നാലും സുഖം പിടിച്ചിരിക്കുവായിരുന്നല്ലേ? എടാ അത് കൊള്ളാം. എന്താ അളിയ ചെറുതായിട്ട്. എടാ മോനെ, നിന്റെ ചേട്ടൻ വിഷയുള്ള കഴുക്ക് വരക്കിലുണ്ടെങ്കിലോ? ചേട്ടൻ വിഷയ അഭിജിത്തെ, നീ ഇങ്ങനെ ചേട്ടന്റെ ഫോട്ടോ ഇട്ട് നടന്നിടാ. നിനക്കും വരയ്ക്കാനുള്ള കഴിവുണ്ടാവടാ. 2 പേപ്പർ ബുക്കൊക്കെ എടുത്ത് വെച്ച് വരക്കി. നീ വരയ്ക്ക്. നിനക്കും വരയ്ക്കാനുള്ള കഴിവുണ്ടാവും. ചേട്ടന് കിട്ടിയതുപോലെ നിനക്കും കിട്ടിയിട്ടുണ്ടെങ്കിലോ? എന്റെ പൊന്നോ, അനിയൻ വരച്ചതാ. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അവ അത് സീരിയസ് ആയിട്ട് എടുത്തടാ. അത് പയ്യ മോട്ടിവേറ്റഡ് ആയി. എന്റെ ആളിയോ, ഇത് എന്തൊരു ശോഭനയൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുത്ത് വെച്ചിരിക്കണവൻ. ബ്രോ വിടില്ല. എടേ, നീയും കിടിലും ചേട്ടനും കിടിലും. എന്റെ അമ്മോ, എന്താലേ? മെന്നി അങ്കിളല്ലേന്നോ? മെന്നിയോ? ഏത്? നോ DNA ടെസ്റ്റ് ചെയ്തിടന്നോ? എന്തൊരു വർത്താനം, അത് എന്തൊരു വർത്താനം അത്. ഇവന്റെ അച്ഛൻ എങ്ങനെ ആയിരിക്കും? ഇനി നാളെ അവരെ അത് കട്ട് ചെയ്തിട്ട് പുള്ളിയെ കൊണ്ടുകൂടെ വരപ്പിച്ചിട്ട് നമ്മളെല്ലാം മിണ്ടായിട്ടിരുന്ന് കാണേണ്ട വരും. മിണ്ടായി ദേവി ചെയ്തിട്ട് പുള്ളി അടിപൊളിയായിട്ട് വരയ്ക്കുമായിരിക്കും. നീയൊക്കെ മിണ്ടായി. ജെനറ്റിക്സ് ആണ് അവർക്ക് മറ്റേ ഇതായിട്ട് കിട്ടിയ കഴിവെന്തോണത്. അതുകൂടെ കൊണ്ടുപോയിട്ട് നാളെ ഞാനും ഇനി ഇത് കണ്ടോണ്ടിരിക്കേണ്ടി വരും. അവന്റെ അടുത്ത് വെറുതെ ഒന്ന് പറഞ്ഞതാ പേരെടുത്ത് വരയ്ക്കാൻ. ആ ചെറുക്കന്താ ഇവിടെ മറ്റേ എന്തോ താജ്മഹൽ ഇവിടെ വെച്ചിരിക്കണേ. അതിനകത്ത് അവന്റെ മുഖം കാണിക്കുന്നുണ്ട്. എതിരാളികളെ ലാത്തി കൊണ്ട് അടിച്ചൊതുക്കിയും ചിലർ രാഷ്ട്രീയത്തിൽ വല്ലാതെ ശോഭിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ശാശ്വതമല്ല. ഞാൻ മകനെയാണ് ഉദ്ദേശിച്ചത്. ഉപദേശിക്കാന്ന് കരുതരുത്. ജീവിതത്തിനൊരു ലക്ഷ്യമൊക്കെ ഉണ്ടാകും. എന്നിട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കണം. നല്ല ഉപദേശം. ഇരിക്കുന്ന ആളോട് ചെന്ന് പറയാം. പോത്തിനോടാണോ വേദം ഓതുന്നത്? ഞാൻ ഇത് ഉദ്ദേശിച്ചത് മകനെയാ. എന്റെ മോൻ തന്നെയാണോ അതാ മുഖ്യറ്റം? ആ ചോദ്യം ലക്ഷ്മി എന്താണ് ഇത്? ഒപ്പം പഴകി ഞാനൊന്ന് കുളിക്കട്ടെ. ആ കുളിച്ചാ കൊക്കാവും. ഞാൻ ചാണ്ടി ഉദ്ദേശിച്ച അയാളോട് മാത്രം അകത്തേക്ക് വരാൻ പറ. ബാത്റൂമിലോട്ട്. പക്ഷെ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഫ്ലോയിലങ്ങ് പോണ സാധനമാ. ഈ കൗണ്ടർ എന്നുള്ളൊരു ഇതല്ല അല്ലേ? സത്യം പറഞ്ഞ അത് ആ ഒരു ഫ്ലോയിൽ പോണ സാധനമാണ്. കൊറേ ഷർട്ട് ഇറക്കുന്നുണ്ടല്ലോ. എവിടുന്നാ ഇത്? അത് ഓരോരോ സൈറ്റിലൊക്കെ കയറി എടുക്കുന്ന. അതേ സൈറ്റ് നമ്മളൊന്നും കാണുന്നില്ലല്ലോ. പലപ്പോഴും തുണിയുള്ള സൈറ്റിലൂടെ ഒക്കെ കയറണം. തുണിയില്ലാത്ത സൈറ്റിലല്ല, തുണിയുള്ള സൈറ്റിലൂടെ കയറണം. അത് കൊറേ ഷർട്ട് ഇറക്കുന്നുണ്ടല്ലോ. എവിടുന്നാ ഇത്? അത് ഓരോരോ സൈറ്റിലൊക്കെ കയറി എടുക്കുന്ന. അതേ സൈറ്റ് നമ്മളൊന്നും കാണുന്നില്ലല്ലോ. പലപ്പോഴും തുണിയുള്ള സൈറ്റിലൂടെ ഒക്കെ കയറണം. പുള്ളിക്ക് എവിടുന്ന് കിട്ടുന്നതാ ഇങ്ങനെ? ഞാൻ മെയിൻ ആയിട്ട് പുള്ളിയുടെ കണ്ടന്റും ആഷിറിന്റെ കണ്ടന്റും കാണുമ്പോ ഞാൻ വിചാരിക്കും എവിടുന്നാണ് ഇങ്ങനത്തെ റെഫറൻസ് ഒപ്പിച്ചോണ്ട് വരുന്നതെന്ന്. എന്തോരം ഇരുന്ന് ഇത് ചെയ്യുമായിരിക്കും അല്ലേ? ഇത് ആലോചിച്ച് നോക്ക്.
സത്യം പറഞ്ഞ ഇവർക്ക് രണ്ടുപേരുടെ അങ്ങനെയാണ്. ഇവരുടെ രണ്ടുപേരുടെയും ഇവരുടെ കണ്ടന്റേ തീരൂല്ല. ഇവർക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുക. ഇതെന്താ ഒന്നാമതെ കറാച്ചി സാധനമൊക്കെയാണ് എന്റെ ഇരിക്കണത്. ഇത് എന്റേതൊക്കെ പൊട്ടിയ ഒറ്റയടിക്ക് സ്പോർഡറായിട്ട് മറ്റേ ഇതായിട്ടേ ഉള്ളൂ. ഇങ്ങനൊന്നും കൊല്ലായിരിക്കും എന്റെ കത്തുന്നത്. ഇത് എവിടെ ഗ്രാഫിക്സ് കാർഡാണ് കത്തണേ? എന്റെയൊക്കെ ഫയർഫോഴ്സ് ഒന്നും അടയ്ക്കാൻ പറ്റില്ല. അതുപോലെ എനിക്ക് കത്തണത് പറയാൻ പറ്റത്തില്ല ചേട്ടാ. അല്ലമീൻ മറ്റേ കണ്ടന്റ് ഇറക്കത്തില്ലേ കൊല്ലത്തുള്ള അല്ലമീൻ മറ്റേ കണ്ടന്റ് ഇറക്കത്തില്ലേ അണ്ണാ? മറ്റേ 3 പേര് മറ്റേ മനസ്സിലായി ഇവര് അവരുണ്ട് ശരിയാ. അവരുണ്ട് അത് ശരിയാ. അവരുണ്ട്. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണ. പീസ്, റിയാലിറ്റി, ഹേറ്റഡ്, ഫ്രീഡം ഇതിന്റെയൊക്കെ ഡെപ്ത് മനസ്സിലാകും. ഹേറ്റഡ്, ഫ്രീഡം, പീസ്, റിയാലിറ്റി, ഹേറ്റഡ്, ഫ്രീഡം ഇതിന്റെയൊക്കെ ഡെപ്ത് മനസ്സിലാകും. ടോക്സിക് ആയിട്ടുള്ള പല കാര്യങ്ങളും നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ജനിച്ചു വളർന്ന ഒരു ജനറേഷനാണ് നമ്മുടേത്. കാലത്തിന്റെ ശാഠ്യത്തിന് മുൻപിൽ പല പ്രവണതകളും ആചാരങ്ങളും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുകയും ഇല്ലാതാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും കാണാൻ കഴിയും വർഗീയതയും വെറുപ്പുമൊക്കെ പച്ചയ്ക്ക് പറഞ്ഞു നടക്കുന്ന, അതില് അഭിമാനം കൊള്ളുന്ന ഒരു പറ്റം മനുഷ്യരെ. അവിടെ വഴിതെളിച്ച താൻ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങളാണ് ശരിയെന്ന് പറഞ്ഞവർക്ക് ചെവി കൊടുക്കാതെ വളരെ ചെറുപ്പത്തിലെ ശരിയും തെറ്റുമൊക്കെ തിരിച്ചറിയാനും, വീണ് കിടക്കുന്നത് അപരിചിതനാണെങ്കിലും ശത്രുവാണെങ്കിലും കൈപിടിച്ചുയർത്താനും, സ്വന്തം സ്വപ്നങ്ങൾ എന്ന പോലെ മറ്റുള്ളവരുടെ സ്വപ്നങ്ങളും വിലപിടിപ്പുള്ളതാണെന്ന് തിരിച്ചറിയാനും, വെറുപ്പിനെ വെറുപ്പ് കൊണ്ടല്ല മറിച്ച് സ്നേഹം കൊണ്ടാണ് നേരിടേണ്ടതെന്നും നമ്മളെ പഠിപ്പിച്ച ചില കഥാപാത്രങ്ങളാണ് ഡ്രാഗൺ ബോൾ സിയിലെ ഗോകുവും, നറൂട്ടോ സീരീസിലെ നറൂട്ടോ ഉസമാക്കിയും, വൺ പീസിലെ മങ്കി ഡി ലൂഫിയും, ബ്ലീച്ചിലെ ഇച്ചിഗോ കുറുസാക്കിയും. കണ്ടു വളർന്നപ്പോൾ ആരും കരുതിയിട്ടുണ്ടാവില്ല ഇപ്പൊ ഇത് കേട്ട് രോമാഞ്ചം അടിച്ച കുറെ പേര് ഈ ചാറ്റിലുണ്ടാവില്ലേ? ഞാൻ ഇത് കാണാത്തോണ്ടായിരിക്കും ഇത്രമാത്രം സ്വാധീനം ചെലുത്താൻ ഈ കൊച്ചു കാർട്ടൂൺ ക്യാരക്ടേഴ്സിന് കഴിയുമെന്ന്. വർഷങ്ങൾക്കപ്പുറം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് നിങ്ങൾ കൂടെയുള്ളവരെക്കാളും കൂടുതൽ ഒരു പടി മച്ചൂറാണെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകുമെന്നും ആകണമെന്നും ഒരു എക്സ്ട്രാ കോൺഫിഡൻസ് നിങ്ങൾക്കുള്ളിലുണ്ടെങ്കിൽ, നേട്ടങ്ങളിലും വിജയങ്ങളിലും തലക്കനം കൂടാതെ എളിമയോടെ നിലനിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും ഈ ക്യാരക്ടേഴ്സിന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന്. ഒരു എറ്റേണൽ ഒപ്റ്റിമിസ്റ്റ് ആണ് ഗോകു എങ്കിൽ നറൂട്ടോ ഉസമാക്കി വാസ് എ ചാപ്പ്. എനിക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കിത് അങ്ങോട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണില്ല ഇതിനകത്തോട്ട്. തോന്നുന്നില്ല. അതിനെന്താ ചെയ്യണ്ടേ? ഇത് കുറെ പേര് ഞാൻ ശരിക്കും പറഞ്ഞ അല്ല, ഞാൻ ഇതിന് എതിരല്ല എന്നുവെച്ചാൽ ഇതിനെ പറയല്ല. പക്ഷെ എനിക്കിത് കണ്ടു തുടങ്ങാൻ പറ്റണില്ല. അതാണ് എന്റെ പ്രശ്നം. എനിക്കിത് കണ്ടു തുടങ്ങാൻ പറ്റണില്ല. ഇത് അതിന് ഏത് കാണണം? അസ് എ സ്റ്റാർട്ടർ ഏതാണ് കാണാം? എന്റെ പ്രശ്നം അതാണ്. ഞാൻ ഇതിന്റെ ഹേറ്റർ ഒന്നും അല്ല. എനിക്ക് ഇതിന്റെ ഇന്നർ സോള് മനസ്സിലാക്കി ഇത് കാണാൻ പറ്റണില്ല. അതാണ് എന്റെ പ്രശ്നം. ഡീമൺ സ്ലെയറോ? വൺ പീസ് എത്ര 1000 എപ്പിസോഡാ? 1100 സംതിങ് ആയി. ഒരു എപ്പിസോഡിന് ആവറേജ് എത്ര? 21 മിനിറ്റ് ഒരു എപ്പിസോഡ്. 1000 ഇത് അപ്പൊ എത്രയായി? 20,000 മിനിറ്റ്. അണ്ണാ ന്യൂ വർക്സ് ആണെന്ന് സപ്പോർട്ട് ചെയ്യണേ. ചേട്ടാ എനിക്കൊരു പിക്ക് സെറ്റാകണം. ഒരുമിച്ചുള്ള ഫോട്ടോ ഇല്ല. എൻ്റെ വേറെയും ചേച്ചിയുടെ വേറെയാണ്. ചേട്ടാ നമ്മുടെ മോളിട്ട് ലിസ്റ്റിൻ്റെ ഫോട്ടോ ചെയ്തു. എനിക്ക് അതേപോലെ ഒന്ന് സെറ്റ് ചെയ്തിരും ഈ ഫോട്ടോ. ഹരീഷ്ണ നാട്സ് കിടിലം. എടാ എനിക്കൊരാഗ്രഹമുണ്ട്. രണ്ടെണ്ണം. ഒരെണ്ണം കല്യാണ ഫോട്ടോയില് ജന്റെ അവളുടെ ഫോട്ടോയില് ജോക്കി. രണ്ടാമത്തത് ചേച്ചിയുടെ കല്യാണ ഫോട്ടോയില് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ മറ്റേ അളിയൻ്റെയും അവളും ഉള്ളതിനകത്ത് എൻ്റെ ഒരു ഫോട്ടോ വരച്ചു തരണം. എനിക്കതൊരു ഞാൻ നിനക്ക് പേയ്മെന്റ് എത്ര രൂപയാണെന്ന് വെച്ചാൽ തരാം.
നിന്റെ പേയ്മെന്റ് എന്നോട് പറഞ്ഞാൽ എനിക്കത് വരച്ചു തരാൻ പറ്റുമെങ്കിൽ വരച്ചു തരണം. എനിക്കത് ഭയങ്കര ആഗ്രഹമുള്ളൊരു സാധനമാണ്. എനിക്ക് അതൊന്ന് ചെയ്തു തന്നാൽ വലിയ ഉപകാരം. സത്യം പറയാലോ, അത് രണ്ടും മിസ് ഔട്ട് ചെയ്ത 2 സാധനങ്ങളാണ്. ഞാൻ ഓക്കെ ഞാൻ സെറ്റാക്കാം. ഓക്കെ, സെറ്റാക്കാൻ പറ്റുന്നവരൊക്കെ സെറ്റാക്കി താ ഗൈസ്. കുറച്ച് ഒറിജിനാലിറ്റി വേണം, എനിക്ക് ഫ്രെയിം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. You will never in life meet a hater doing better than you. That's a fact. Ever. സത്യമാണ്. ഈ കുറച്ച് നാളായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതൊക്കെ. അവരൊന്നിച്ചുള്ളപ്പോഴേ അവർക്ക് സന്തോഷമുള്ളൂ. ഗോവ ട്രിപ്പ് കിടിലടാ. അയ്യോ കിടിലം വീഡിയോ. ഇത് സേവ് ചെയ്ത് വെക്കട്ടെ. അത് കൊള്ളാട്ടോ, അത് കിടിലം വീഡിയോ. പബ്ജി ഇതെന്തോ സ്ക്രിപ്റ്റ് എന്നാലും അത് ഭയങ്കര ഇതായിട്ട് ഇത് എനിക്ക് തോന്നുന്നു ഇത് ഏതൊരു സ്ട്രീമറിന്റെ ഗെയിം പ്ലേ ആണോ? ആ ബീറ്റുമായിട്ട് എന്ത് സിംഗല്ലേ. എന്നാലും അത് വിഷയം അടി കേട്ടോ, അത് കൊള്ളാം. നമ്മളൊക്കെ ഇങ്ങനെ അടിക്കും. സത്യം. ലൈഫ് ഓഫ് ആൻ ആവറേജ് മിഡിൽ ക്ലാസ് ബോയ്സ്. One down, many dreams. എനിക്കിത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ശരിക്കും ചാറ്റിനകത്ത് കുറേ പേരുണ്ടാവും. അതായത് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്പോർട്സ് നിർത്തിയ ഒരാൾ പോലും ഈ ചാറ്റിലില്ലെന്ന് എനിക്ക് ഉറപ്പിക്കാം. എന്നുവെച്ചാൽ ഈ 13,000 പേരിൽ ഇവിടെ ഒരു 5,000 പേരെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 3,000 പേരെങ്കിലും ഉണ്ടാവും ഫുട്ബോൾ, ക്രിക്കറ്റ് അല്ലെങ്കിൽ വോട്ടവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പോർട്സ് അതിനു വേണ്ടി നിർത്തിയത്. നമ്മുടെ നാട്ടിലത്തെ ഒരു ഇതറിയാലോ. ഞാനും 3-4 വർഷം പ്രൊഫഷണലി ക്രിക്കറ്റൊക്കെ കളിക്കാൻ പോയതാണ്, പഠിക്കാനും കളിക്കാനും ഒക്കെ പോയതാണ്. CCPയിൽ ക്രിക്കറ്റ് ക്ലബ് ഓഫ് നെല്ലൂർ ഞാൻ അവിടെ ട്രെയിൻ ചെയ്തത്. ബാംഗ്ലൂരൊക്കെ പോയപ്പോഴത്തേക്കിന് കളിയൊക്കെ നിർത്തേണ്ട വന്നു. സത്യമാണത്. ഭയങ്കര റിലേറ്റബിൾ സാധനം. അണ്ണാ ഇത് ഫുള്ളൊന്ന് കണ്ടു നോക്ക്. ജൊനാഥന്റെ ടീമിനെ 1v4 എടുക്കണു. ലാസ്റ്റ് വരെ മസ്റ്റ് വാച്ചാണ്. അവരുടെ റിയാക്ഷൻ കാണാം. ക്രെഡിറ്റ്സ് gunu.xb. എടാ ഇപ്പൊ ഞാൻ ഒരു സത്യം പറയട്ടെ, ഞാൻ ഗോഡെല്ലാം ആയതുകൊണ്ട് കുറെ എല്ലാവരും കണ്ട എന്നെ കിണ്ടും. ജൊനാഥനെയൊക്കെ ഇപ്പൊ പിള്ളേർ വന്നിട്ട് മറ്റേ ക്ലാസിക്കൽ പിള്ളേരൊക്കെ വന്ന് ജൊനാഥനെയും ഇവരെല്ലാം 1v4 അടിച്ചിട്ട് പോണേ. അടിയോ അടിയാണ് ഇപ്പൊ 1v4 എടുക്കലാണ് മെയിൻ കാര്യം അതിനകത്ത്. ഞാൻ ലൈവ് കാണാറുണ്ട്. ഇത് കണ്ട ഇത് എക്സ്ട്രീം സ്ട്രീം സ്നൈപ്പാണ് പയ്യൻ. ഇത് നേരെ വണ്ടി കൊണ്ട് കുത്തുന്നത് ചാടി ഇറങ്ങണം. പക്ഷെ അടിക്കണത് അവന്റെ സ്കില്ല. മനസ്സിലായ? സ്കില്ല അതാര ലോൾസ് ഗോഡൻ ലോൾസ് ലാസ്റ്റ് മാനെ കത്തിക്ക് കുത്തിയോടാ അവൻ.
C4 ഒക്കെ കോംബി റൂമാണ്. ഇത് കോംബി റൂം അല്ല, ഇത് ഇവര് കഷ്ടമിട്ട റൂമാണെന്ന് അതോടെ. കോംബി റൂം അല്ലത്, അത് കഷ്ടമിട്ട റൂമാണ്. പിന്നെ കോംബി റൂമിനകത്ത് ഒറ്റയ്ക്ക് പറ്റി ഇതെടുത്ത് നേരെ വന്നിരിക്കുകയാണ്. ഇത് മറ്റേ ചുമ്മാ അല്ലാതെ വെറുതെ ഇതുമായിട്ട് കളിക്കണ ഇതാണ്. ദിസ് ഈസ് വൺ ഓഫ് ദ ക്രേസിയസ്റ്റ് VR ഗെയിംസ് ഐ ഹാവ്. സോമാനത്തി വെച്ച് പൊട്ടിക്കണ്. എടാ പോടാ, ഇത് എങ്ങനെ കളിക്കൂ? ഇത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കളിക്കാൻ സത്യമല്ലേ? അടിക്കാൻ പിടിച്ച് തിരിക്കുകയൊക്കെ ചെയ്യാം ഇങ്ങനെ. ഓ സൈക്കോ സത്യം, ഇത് കളിച്ചു കഴിഞ്ഞാൽ